ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ചോക്ലേറ്റ് ക്രീം കേക്കാണ്. അപ്പോൾ ഓവൻ ഇല്ലാത്തവർക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അംലൂസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഈ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്നുള്ളത് പ്രസ് ചെയ്യാനും മറക്കല്ലേ. ഇതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇതൊരു 1/4 കപ്പ് ബട്ടർ ഉണ്ട്. ഇത് മൈക്രോവേവിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ഇത് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇവിടെ 1 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. നോർമൽ ടെമ്പറേച്ചറിലുള്ള മിൽക്കാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ആ ഗ്ലാസ്സിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഒരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് മൈദ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. അപ്പോൾ ഈ അളവിലുള്ള എടുക്കുന്ന ആ സ്പൂൺ ഇല്ലെങ്കിൽ ഇതേപോലത്തെ ചെറിയ സ്പൂണിൽ 1/2 ടീസ്പൂൺ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2 മുട്ട ചേർത്ത് കൊടുക്കാം. നല്ല വലിപ്പമുള്ള 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറുള്ള മുട്ടയാണ്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ പൊടിച്ച പഞ്ചസാര 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണ് 4 ടേബിൾ സ്പൂണ് പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 1/4 കപ്പ് ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇനി കുറേശ്ശെ പാല് ചേർത്തിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ മിക്സാക്കി കൊടുക്കാം. മൊത്തത്തിൽ പാൽ ഒന്നിച്ച് ചേർക്കണ്ട. ആദ്യം കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബാക്കി പാൽ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു 10 ലെയർ മാത്രമുള്ളൊരു കേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ലെയർ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ അളവിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇതുപോലെ അരിപ്പയിലൂടെ അരിച്ചിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് ആദ്യം തന്നെ കൊക്കോ പൗഡർ ചേർക്കണമെന്നുണ്ടെങ്കിൽ ആ മാവ് എടുക്കുന്ന സമയത്ത് നമ്മൾ 1/2 കപ്പ് മൈദ ചേർത്തപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ലാസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് വേണ്ടത്. ഇനി ഇത് ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ കുറച്ച് ബട്ടർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. ഇനി ഇതിൽ നിന്നും ഒരു കയ്യിൽ മാവെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലുള്ള അല്ലെങ്കിൽ ഒരു 1/4 കപ്പിൻ്റെ അളവിലുള്ള അളവ് കപ്പിൽ എടുത്തിട്ട് ഇതേപോലെ ഒഴിച്ച പാടെ തന്നെ ചുറ്റിച്ചു കൊടുക്കണം. നല്ല നൈസായിട്ടാണ് ചുട്ടെടുക്കേണ്ടത്. ഒരു ഭാഗം ആവുന്നുണ്ടെങ്കിൽ മറിച്ചിട്ട് കൊടുക്കാം. 30 സെക്കൻഡൊക്കെ മതി ഇതൊരു ഭാഗം ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇത് എടുത്ത് മാറ്റാം. ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഒന്ന് കുക്കായാൽ തന്നെ എടുത്ത് മാറ്റണം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും തയ്യാറാക്കി എടുക്കാം. ഒരു ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. ഒരുപാട് ഫ്ലെയിം കൂട്ടിയിടണ്ട. അപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇതേപോലെ ഒഴിച്ച പാടെ തന്നെ ചുറ്റി കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ഒരു തവി എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ 1/4 കപ്പൊക്കെ അളക്കുന്ന ആ കപ്പ് എടുത്താലും മതി.
അപ്പോൾ ഒരേ അളവിൽ തന്നെ നമുക്ക് ഒരേ കനത്തിൽ ഈ ചുട്ടെടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും, കാരണം ഇത് വളരെ നൈസായിട്ടല്ലേ എടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇനി ഇതെല്ലാം നന്നായിട്ട് ചൂടാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മൾ മറ്റേ കേക്ക് ഉണ്ടാക്കുന്നതനുസരിച്ച് ഇത് അത്ര ടൈമൊന്നും എടുക്കില്ല തണുക്കാൻ വേണ്ടിയിട്ട്. വളരെ നൈസല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും. ഇപ്പോൾ ഇതെല്ലാം തണുത്തിട്ടുണ്ട്. ഇതിനി കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ കട്ട് ചെയ്യാതെ വേണമെങ്കിലും ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഒരു ബൗൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒന്ന് സൈഡ് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്നിച്ച് വെച്ചിട്ട് ഒരു 4-5 എണ്ണം ഒന്നിച്ച് വെച്ചിട്ടും കട്ട് ചെയ്തെടുക്കാം. ഒരു 10 ലെയറുള്ള ഒരു ക്രീം കേക്കാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ലെയർ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയായിട്ട് എല്ലാ അളവും എടുത്താൽ മതി. ഇനി ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ഞാൻ എടുത്തിട്ടുള്ളത് അൽമറായുടെ ക്രീമാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/2 മുതൽ 3/4 കപ്പ് വരെ ക്രീം മതി ഇതിലേക്ക് ആവശ്യമായിട്ട്. ഇനി കേക്ക് അസംബിൾ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ഞാൻ ചപ്പാത്തി പരത്തുന്ന പലകയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ട് ഫസ്റ്റ് കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ മറ്റുള്ള കേക്ക് തയ്യാറാക്കുന്ന പോലെ ഒരുപാട് ക്രീം വെക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഈ കേക്കിലേക്ക് ഷുഗർ സിറപ്പിൻ്റെ ആവശ്യമില്ല. കുറച്ചൊരു തിന്നായിട്ട് മതി ഇതിലേക്ക് ക്രീം. അപ്പോൾ കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് അടുത്ത ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ എല്ലാ ലെയറും ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ചെയ്തിട്ടുള്ളത് അൽമറായുടെ ക്രീം വെച്ചിട്ടാണ് ഞാൻ കേക്ക് ഐസിങ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് എനിക്ക് കുറേ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അൽമറായുടെ ക്രീം യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ബീറ്റ് ചെയ്യുമ്പോൾ സ്റ്റിഫായിട്ട് കിട്ടും, കുറച്ച് കഴിയുമ്പോൾ അത് മെൽറ്റായി പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇത് ഐസിങ് ചെയ്തിട്ടുള്ളത് അൽമറായുടെ ക്രീം വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഇത് മെൽറ്റായിട്ടൊന്നുമില്ല. ബീറ്റ് ചെയ്തിട്ട് ഇവിടെ അത്യാവശ്യം നല്ല ചൂട് ക്ലൈമറ്റുമാണ്. അപ്പോൾ ബീറ്റ് ചെയ്തിട്ട് മെൽറ്റായിട്ടൊന്നുമില്ല. അതുപോലെ കുറച്ച് കഴിഞ്ഞിട്ടും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയിട്ടൊക്കെയാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസമായിട്ടാണ് ഞാൻ ഈ കേക്ക് ബാക്കിയുള്ളതും കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതുവരെയും മെൽറ്റ് ആവാതെ തന്നെ നല്ലതുപോലെ തന്നെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പ് ഞാൻ വിപ്പിംഗ് ക്രീമിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാക്ടോപ്പിൻ്റെ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ അൽമറായി വെച്ചിട്ട് എങ്ങനെയാണ് നല്ല പെർഫെക്റ്റായിട്ട് വിപ്പിംഗ് ക്രീം തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നെക്സ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേക്ക് മുകൾ ഭാഗവും സൈഡും ഒക്കെ ഐസിങ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി മുകൾ ഭാഗവും സൈഡും ഒക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് സ്മൂത്താക്കി എടുക്കാം. ഇനി ഒരുപാട് ഡെക്കറേഷൻസ് ഒന്നുമില്ല. ഇതിൻ്റെ മുകളിൽ കുറച്ച് കൊക്കോ പൗഡർ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഒരു അരിപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മുകളിലൂടെ ഒന്ന് തട്ടി കൊടുത്താൽ മതി. സൈഡിലും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ നോസിലൊന്നും ഇല്ലാത്തവർക്ക് ഈ രീതിയിൽ തന്നെ ആ കൊക്കോ പൗഡർ ഡസ്റ്റ് ചെയ്തിട്ട് എടുത്താലും മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു സ്റ്റാറിൻ്റെ നോസിലിൽ കുറച്ച് ക്രീം ഒന്ന് എടുത്തിട്ട് ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ചിപ്സ് കൊണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. 2 മണിക്കൂറെങ്കിലും തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തണുപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും ഈ കേക്ക് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you.